ട്രേഡ് ഫെയർ ഇന്ന് തുടങ്ങുകയാണ്. 23-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ ഫുഡ് ഫെസ്റ്റ് ഇവിടെ ആരംഭിക്കും. 23-ാം തീയതി വൈകുന്നേരം നമ്മൾ പതാക ഉയർത്തും. 23-ാം തീയതി വൈകുന്നേരം തന്നെ ഇവിടുത്തെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ മുഴുവൻ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം 24-ാം തീയതി 5:30 മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ചലച്ചിത്ര താരം ശ്രീമതി ശോഭനയുടെ പ്രത്യേക നൃത്ത അവതരണം ഉണ്ടാകും. അതിനുശേഷം ഹരിശങ്കർ സംഗീത പരിപാടിയുമായി വരും. തുടർന്ന് അങ്ങോട്ട് ഇവിടെയും സെൻട്രൽ സ്റ്റേഡിയത്തിലും പൂജപ്പുരയിലും ഗ്രീൻഫീൽഡിലും സമീപങ്ങളുള്ള 35 വേദികളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നമ്മുടെ ഓണാഘോഷം കൊടികയറുകയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനകീയ പങ്കാളിത്തമുള്ള ഉത്സവമായി നമ്മുടെ തിരുവനന്തപുരത്തെ ഓണാഘോഷ പരിപാടികൾ മാറും. എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ കേരളത്തിന്റെ അനുഷ്ഠാന കലകളായിട്ടുള്ള പടയണി, തെയ്യം, തിറ, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകളുടെ അവതരണം എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ നിശാഗന്ധിയിൽ തന്നെ ഉണ്ടാകും. അതിനുശേഷം മറ്റു പരിപാടികൾ ഉണ്ടാകും. അപ്പൊ അതിനെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏറ്റെടുക്കാം. ഓണം എന്ന് പറയുമ്പോൾ അപ്പം ലോകത്ത് എവിടെയാണെങ്കിലും മലയാളി ഓണാകും. അപ്പൊ അതിന് ഒരു പ്രയാസവുമില്ല. ഇത്തവണ പത്തനംതിട്ടയിലെ ആൾക്കാരൊക്കെ പറഞ്ഞു പ്രളയമൊക്കെ വന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓണം ഒന്ന് മാറ്റി വെക്കാം അവിടെ മാത്രത്തേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ജനപ്രതിനിധികൾ വിളിക്കുകയാണ്, കുഴപ്പമില്ല കേട്ടോ, നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ഇവിടെ മാറ്റി വെക്കണ്ട, പത്തനംതിട്ടയിലും ഓണം വേണം, ആഘോഷിക്കണം. അപ്പൊ എല്ലാ പ്രയാസവും മറക്കണമെങ്കിൽ നമുക്ക് ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് ആളുകളുടെ ഒരുപാട് കമ്മിറ്റികൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ ഈ ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ കമ്മിറ്റിയും കഴിഞ്ഞ ഒരു മാസമായി ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ഇതിന്റെ ചെയർമാൻ. അദ്ദേഹം ഡൽഹിയിലാണ്, ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നിവിടെ എത്താൻ കഴിയാതെ പോയത്. ബാക്കി വൈസ് ചെയർമാനും കമ്മിറ്റി അംഗങ്ങളും കൺവീനർ ഇവിടെ ഉണ്ട്. എന്റെ കൺവീനർ അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം നമ്മുടെ അഡീഷണൽ ഡയറക്ടർ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരാഴ്ച ഒന്ന് വിദേശത്ത് പോയി വീണ്ടും ഓടി വന്ന് നമ്മുടെ പരിപാടികളിലെല്ലാം സജീവമായി നേതൃത്വം കൊടുക്കുകയാണ്. സെക്രട്ടറി ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ടൂറിസം വകുപ്പിലെ ഒരുപാട് ഉദ്യോഗസ്ഥര്, ജീവനക്കാര് എല്ലാം ഓണത്തിന്റെ അവരുടെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ പോലും മാറ്റിവെച്ച് നാട്ടുകാരുടെ ഓണം വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവരോടെല്ലാമുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.